വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള ഉണർവ് 2024 കിള്ളിമംഗലം ഗവൺമെന്റ് യുപി സ്കൂളിൽ വെച്ച് നടന്നു. കിള്ളിമംഗലം ഗവൺമെന്റ് യുപി സ്കൂളിൽ വെച്ച് നടന്ന ഉണർവ് 2024 കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കുറവുകളുള്ളവരാണ് എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. പക്ഷെ അവരിലെ ഉള്ള കുറവുകൾ നികത്തുന്നതിനും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതെല്ലാം അവരിലൂടെ അവർക്ക് വേണ്ട രീതിയിൽ നടത്തി കൊടുക്കുന്നതിന് ഓരോ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഒക്കെയാണ് ഇത്തരം വേദികളെല്ലാം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ വേണ്ട തരത്തിലെല്ലാം നമ്മുടെ അംഗൻവാടികളിലൂടെ കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങളും എല്ലാം നമ്മുടെ അധ്യാപകന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സന്തോഷമുണ്ട്. കാരണം അവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു കുറവും ഇല്ലാതെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതെല്ലാം ഭംഗിയായി നടത്തുന്നുണ്ട് എന്നും ഇന്ന് അവർ അവതരിപ്പിക്കുന്ന കായിക മേളയിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാവുന്നതുമാണ്. ഏതായാലും ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ വന്ന അവരുടെ കുടുംബത്തിലെ അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്കും കൂടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കുട്ടികളായാലും സ്ത്രീകളായാലും സമൂഹത്തിൽ മുൻഗണന അർഹിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന വിഭാഗമായി ഇത്തരക്കാരെ കാണുകയും അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് അതിന്റെ നിർവഹണം വിജയത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്ന ഭരിച്ച ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിന്റെ തോളോട് ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പാലിയേറ്റീവ് രംഗത്ത് ഐക്യരാഷ്ട്രസഭ തന്നെ കേരളത്തെ എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചിരിക്കുകയാണ്. അതായത് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് കേരളം പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നു. എന്തിന്? ഒരു പ്രായം കഴിഞ്ഞവരെ അല്ലെങ്കിൽ കിടപ്പിലായവരെ വഴിയിൽ വിടുന്ന സംസ്കാരമല്ല മലയാളിക്കുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്, നമ്മുടെ സർക്കാരിനുള്ളത്, നമ്മുടെ പഞ്ചായത്തിനുള്ളത്. അവരെ കൂടെ നിർത്തുക, ചേർത്ത് പിടിക്കുക, അവരെ മുന്നോട്ട് നയിക്കുക. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ എ.കെ. ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ, വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, വാർഡ് മെമ്പർമാരായ രാമദാസ് കാറാത്ത്, ശ്രീജ, ICDS ഉദ്യോഗസ്ഥർ, അംഗൻവാടി അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് വരുന്ന മുഴുവൻ ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്ക് അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകുന്നതോടൊപ്പം തന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഭിന്നശേഷി സ്കോളർഷിപ്പ് 10-12 ലക്ഷം രൂപയാണ് ആ മേഖലയിൽ ഈ പഞ്ചായത്ത് വകയിരുത്തിക്കൊണ്ട് അവരെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ഗ്രാമസഭകളെല്ലാം വിളിച്ച് അതിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, കുട്ടികൾക്ക് എന്താണോ ആവശ്യം എന്ന് ആരാഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്ന പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു കാര്യം, നല്ല പദ്ധതികൾ ആവിഷ്കരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാഞ്ഞാൾ പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അവരുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ അവതരിപ്പിക്കാനും അവരുടെ വാസന എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പദ്ധതികളും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ മക്കൾ ഇന്ന് ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തുന്നത് ഈ ഭിന്നശേഷിക്കാരായ എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ചു വളർന്ന്. CCV ന്യൂസ്, പാഞ്ഞാൾ.